മറ്റാരുണ്ട് LDF അല്ലാതെ? 140 മണ്ഡലങ്ങളിലെയും റിപ്പോർട്ടർ വാർത്താ സംഘം ശേഖരിച്ച ക്വാളിറ്റേറ്റീവ് ഡാറ്റ വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ ആഴമേറിയ അഭിമുഖങ്ങളിലൂടെ സമുദായ നേതാക്കളുമായും വോട്ടർമാരുമായിട്ടും താഴെത്തട്ടിൽ നടത്തിയ ആശയവിനിമയങ്ങളുടെ ഭാഗമായി ശേഖരിച്ച സാധ്യതാ പട്ടികയാണ് പ്രേക്ഷകർക്കൊപ്പം എത്തുന്നത്. റിപ്പോർട്ടർ പ്രീ പോൾ ട്രെൻഡ് അനാലിസിസ് 2026. 3 ദിവസം മാത്രം തെരഞ്ഞെടുപ്പിന് ശേഷിക്കെ റിപ്പോർട്ടർ പ്രീ പോൾ ട്രെൻഡ് അനാലിസിസ് പ്രേക്ഷകരിലേക്ക് എത്തുന്നു. നെക്സ്റ്റ് കോൺസ്റ്റിറ്റ്യുവൻസി കോഴിക്കോട് ജില്ലയിൽ നെക്സ്റ്റ് ഈസ് ബാലുശ്ശേരി മണ്ഡലം ഇടതുമണ്ണാണ് ബാലുശ്ശേരി. സിറ്റിംഗ് MLA ആയ KM സച്ചിൻ ദേവ് LDFന്റെ സ്ഥാനാർത്ഥികളെത്തി. VT സൂരജ്, NDA CP സതീഷ്, 3 സ്ഥാനാർത്ഥികളെയും പ്രേക്ഷകർക്ക് കാണാം. എന്താണ് ജയസാധ്യത എന്നുള്ളതാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. സിറ്റിംഗ് MLA KM സച്ചിൻ ദേവ് നിലനിർത്തുമോ അതല്ല UDF പിടിച്ചടക്കുമോ എന്നുള്ളതാണ് ചോദ്യം. കഴിഞ്ഞ തവണ ധർമ്മജൻ പോൾഗാട്ടിയായിരുന്നു സ്ഥാനാർത്ഥി. അത്ര വലിയ പക്ഷെ ഇത്തവണ സൂരജ് നിൽക്കുമ്പോൾ ആ മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. പക്ഷേ മണ്ഡലത്തിന്റെ ഇടതു സ്വഭാവം വളരെ പ്രധാനപ്പെട്ടതാണ്. 20,372 വോട്ടിന്റെ ഭൂരിപക്ഷത്തെ മറികടക്കുമോ? ദാ മുന്നിൽ ആര് എന്നുള്ളതാണ് ചോദ്യം. ബാലുശ്ശേരിയിൽ LDF 20,000-ലധികം ഭൂരിപക്ഷം, 20,372 ഭൂരിപക്ഷം മറികടക്കാം. ഇടതിന്റെ മണ്ണാണ്, ഇടതുപക്ഷ മണ്ണാണ്. അതെ, മണ്ണൊന്നും സംഭവിക്കാനില്ല. ബാലുശ്ശേരിയിൽ ജയസാധ്യത KM സച്ചിൻ ദേവിന്. LDF അടിച്ചിടും ഇക്കുറിയും. ബാലുശ്ശേരി 20,372 വോട്ടിന്റെ ഭൂരിപക്ഷമാണെങ്കിൽ ആ ഭൂരിപക്ഷം അല്പം കുറഞ്ഞാൽ പോലും ബാലുശ്ശേരി. പക്ഷേ 2016-ലായാലും അതിനു മുമ്പ് 2011-ലായാലും പുരുഷൻ കടലുണ്ടിയായിരുന്നു മണ്ഡലത്തെ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ 1,227 വോട്ടിന്റെ ലീഡ് UDF-നുണ്ട്. അസംബ്ലിയിൽ ആ പാറ്റേൺ ഒന്നും സംഭവിക്കില്ല. ബാലുശ്ശേരി ഇനി ഒന്നും സംഭവിക്കാത്ത അടുത്ത മണ്ഡലത്തിലേക്കാണ് നമ്മൾ എലത്തൂർ. ബാലുശ്ശേരി പോലെ തന്നെ പറയാം. എലത്തൂർ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത്? പാർട്ടിക്കകത്തും ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള സംശയം. മുന്നണിക്കകത്തും പറഞ്ഞാലും CPM ഏറ്റെടുക്കണം പറഞ്ഞ മണ്ഡലമാണ്. ശരിക്കും പറഞ്ഞാൽ CPM എന്തുകൊണ്ട് ഏറ്റെടുക്കുന്നില്ല നമുക്ക് തന്നെ സംശയം തോന്നിയിരുന്നു. 38,000 ഒരു ഘടകകക്ഷിക്ക് 38,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുന്ന ഏക മണ്ഡലമായിരിക്കും. അതെ, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം LDF-ൽ ഒരു ഘടകകക്ഷിക്ക് കിട്ടിയ മണ്ഡലമാണ്. പക്ഷെ മന്ത്രിസഭയിൽ AK ശശീന്ദ്രന്റെ പെർഫോമൻസിനെ കുറിച്ച് വ്യത്യസ്ത വിലയിരുത്തലുകൾ നമുക്കെല്ലാവർക്കും ഉണ്ട്. വന്യമൃഗ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് പകുതി ഓട്ടേ ഉള്ളൂ കേട്ടോ. LDF-നെ വെച്ച് നോക്കും. കഴിഞ്ഞ പ്രാവശ്യം 50% UDF, LDF-നും 27% മാത്രം UDF. അല്ല, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ഏറ്റവും അധികം നമ്മൾ മോശം മന്ത്രിമാരുടെ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞതിൽ ഒരാളാണ്. മനസ്സിലാക്കണം. അപ്പോൾ അതെന്താണ് പ്രതിഫലിക്കാത്തത്? അത് ചങ്കിൽ പാർട്ടി കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. മാത്രമല്ല പാർട്ടിയുടെ ആൾക്കാരാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF ലീഡ് നേടിയ അപൂർവം കോൺസ്റ്റിറ്റ്യുവൻസികളിൽ ഒന്നാണ്. ആലത്തൂരിൽ LDF ആണോ UDF ആണോ എന്നുള്ളതാണ്. ഏലത്തൂരിൽ ഇതാ എലത്തൂർ LDF എലത്തൂരിൽ വീണ്ടും LDF വരും എന്നുള്ളതാണ്. നോക്കൂ, ഇപ്പോൾ ഒപ്പത്തിനൊപ്പം എത്തുന്നു LDF UDF. കോഴിക്കോട് മണ്ഡലത്തിൽ LDF-ഉം UDF-ഉം ഒപ്പത്തിനൊപ്പം എത്തുന്നു. റിപ്പോർട്ടർ പ്രീ പോൾ ട്രെൻഡ് അനാലിസിസ് 2026. ഒപ്പത്തിനൊപ്പം എത്തിയില്ലേ? അടുത്തത് ശക്തമായ മണ്ഡലം കോഴിക്കോട് നോർത്ത്.